കർത്താവിൻ്റെ രാത്രിയിൽ നിങ്ങളെ അറിയിക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ പ്രകാശനം ചെയ്തിരിക്കുന്ന വചനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നു. നിങ്ങൾ ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 24 അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നു. 47 വചനം. അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. നാം ഈ വായിച്ച വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ മഹാനിയോഗത്തിൻ്റെ സന്ദേശമാണ്. മഹാനിയോഗം എന്ന വാക്കിലൂടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഏറ്റവും അവസാനം തൻ്റെ ശിഷ്യന്മാർക്ക് കൈമാറിയ സന്ദേശമാണ് മഹാനിയോഗം. ഇപ്പോൾ മുതൽ മാനസാന്തരവും പാപമോചനവും അവിടുത്തെ നാമത്തിൽ ഉണ്ട് എന്ന സന്ദേശം അവിടുത്തെ ശിഷ്യന്മാർ അയക്കപ്പെട്ട ഇടങ്ങളിലെല്ലാം പോയി പ്രസംഗിക്കണം. ബാക്കി സുവിശേഷങ്ങളിലും മഹാനിയോഗത്തിൻ്റെ സന്ദേശമുണ്ട്. മത്തായിയുടെ സുവിശേഷം 28 അധ്യായം, മർക്കോസിൻ്റെ സുവിശേഷം 16 അധ്യായം, ലൂക്കോസ് 24 നമ്മൾ വായിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 20 അധ്യായം, അതുപോലെ ലൂക്കോസ് തന്നെ എഴുതിയ 2ാമത്തെ വോളിയമാകുന്ന അപ്പോസ്തല പ്രവൃത്തികൾ 1 അധ്യായം. ഇവിടെയെല്ലാം ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന മഹാനിയോഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വേദഭാഗങ്ങൾ എല്ലാം വായിക്കുമ്പോൾ നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നത് വ്യത്യസ്ത എഴുത്തുകാർ ഈ മഹാനിയോഗം എഴുതുമ്പോൾ വ്യത്യസ്ത ഊന്നലുകളാണ് കൊടുത്തിരിക്കുന്നത്. മർക്കോസും ലൂക്കോസും അവരുടെ എഴുത്തുകളിൽ സുവിശേഷീകരണത്തിനാണ് ഊന്നൽ കൊടുത്തിരിക്കുന്നത്. മർക്കോസ് 16, 15 നമുക്ക് മനപ്പാഠം അറിയാവുന്ന വാക്യങ്ങളാണ്. ലോകത്തിൽ എല്ലായിടത്തും പോയി സുവിശേഷം പ്രസംഗിക്കണം എന്നാണ് ആ വാക്യത്തിൻ്റെ ഉള്ളടക്കം. അതുപോലെ ഊന്നൽ കൊടുക്കുന്നു സുവിശേഷീകരണത്തിന് ലൂക്കോസ്. എന്നാൽ ലൂക്കോസ് വായിക്കുമ്പോൾ എന്താണ് സുവിശേഷീകരണത്തിൽ പ്രസംഗിക്കേണ്ടത് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും പ്രസംഗിക്കണം. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ മഹാനിയോഗത്തിൻ്റെ നാണയം ഒരു നാണയമായിട്ട് ചിന്തിച്ചാൽ അതിൻ്റെ 2ാം ഭാഗമാണ്, നാണയത്തിൻ്റെ മറുവശമാണ്. മത്തായിയുടെ സുവിശേഷം 28, 19, 20 വാക്യത്തിൽ മത്തായി എന്ന എഴുത്തുകാരൻ ഊന്നൽ കൊടുക്കുന്നത് ശിഷ്യത്വത്തിനാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന വ്യക്തിയുടെ, ഇപ്പോൾ ദൈവദാസൻ സൂചിപ്പിച്ചതുപോലെ, അത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അവസാനമല്ല, തുടക്കം മാത്രമാണ്. മത്തായിയുടെ സുവിശേഷം എഴുതുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വാക്കുകൾ പറയുന്നു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ച് എൻ്റെ ശിഷ്യരാക്കണം. 95% പ്രാദേശിക സഭകളിൽ
അത് നടക്കുന്നില്ലെന്നാണ് എൻ്റെ ഒരു ധാരണ. നിങ്ങളുടെ കാര്യം എനിക്ക് വ്യക്തിപരമായി അറിഞ്ഞുകൂടാ. അപ്പോൾ വിവിധ ഇടങ്ങളിൽ മഹാനിയോഗം രേഖപ്പെടുത്തിയിരിക്കുന്നു. അതെല്ലാം വായിക്കുമ്പോഴാണ് ഈ മഹാനിയോഗത്തിലൂടെ എന്താണ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ഗൗരവവും അർത്ഥവും നമ്മൾക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നത്. ലൂക്കോസ് എഴുതിയ 2-ാമത്തെ വോളിയമാകുന്ന അപ്പോസ്തല പ്രവർത്തികൾ നാം വായിച്ചാൽ അവിടുത്തെ ഊന്നൽ ആത്മാവിൻ്റെ ശാക്തീകരണത്തിനാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലെല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. ലൂക്കോസ് 24:49 ആ സൂചന നമ്മൾക്ക് കാണുവാൻ കഴിയും. ഇതാണ് മഹാനിയോഗത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ലൂക്കോസ് 24 വരുമ്പോൾ തിരുവെഴുത്തിൻ പ്രകാരം കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് തന്നെ അനുഗമിച്ച ശിഷ്യന്മാർക്ക് ബാറ്റൺ കൈമാറുകയാണ്. യേശുവിൻ്റെ സ്വർഗാരോഹണം കഴിഞ്ഞിട്ട് ഈ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള നിർദ്ദേശം കൊടുത്ത് അവർക്ക് ഈ ബാറ്റൺ കൈമാറുകയാണ്. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ബാറ്റൺ കൈമാറി കൈമാറി വരികയാണ്. ഗ്ലോബൽ മിഷൻസ് ഇന്ത്യയുടെ തുടക്കക്കാരനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവം അദ്ദേഹത്തിന് കൊടുത്ത നിയോഗമനുസരിച്ച് അദ്ദേഹം ശുശ്രൂഷിച്ചു. ദൈവം അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. പക്ഷേ അടുത്ത തലമുറയ്ക്ക് അദ്ദേഹം ബാറ്റൺ കൈമാറി. ഓരോ തലമുറയിലുള്ളവർക്ക് ഇങ്ങനെ മഹാനിയോഗത്തിലൂടെ സുവിശേഷീകരണത്തിൻ്റെ ബാറ്റൺ കൈമാറി കൈമാറി വരികയാണ്. നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ കയ്യിൽ ഈ വലിയ സുവിശേഷത്തിൻ്റെ സന്ദേശം ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ നമ്മൾക്കും ഇത് അടുത്ത തലമുറയ്ക്ക് കൈമാറിയേ മതിയാകുകയുള്ളൂ. നേതൃത്വത്തോട് എനിക്ക് പറയാനുള്ളത്, ജീവനോടെ ഇരിക്കുമ്പോൾ കാര്യം നന്നായി ദൈവവചനത്തിലൂടെ പഠിപ്പിച്ച് അടുത്ത നേതൃത്വ നിരയെ നാം സജ്ജമാക്കിയിരിക്കണം. അത് നേതൃത്വത്തിൻ്റെ വിജയമാണ്. ഇങ്ങനെ കർത്താവ് ഈ ബാറ്റൺ കൈമാറുന്ന ഒരു രംഗമാണ് നമ്മൾ ഇവിടെ വായിച്ചത്. ഇനി ആ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ ഞാൻ താഴ്മയോടെ നിങ്ങളെ ക്ഷണിക്കുകയാണ്. അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. പ്രസംഗിക്കണം. എന്ത് പ്രസംഗിക്കണം? എവിടെ തുടങ്ങണം? എപ്പോൾ പ്രസംഗിക്കണം? ഇതാണ് ഇന്ന് രാത്രിയിൽ മുഖ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. പ്രസംഗിക്കണം. എന്ത് പ്രസംഗിക്കണം? എവിടെയാണ് പ്രസംഗം തുടങ്ങേണ്ടത്? എപ്പോഴാണ് പ്രസംഗിക്കേണ്ടത്? എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളെ അറിയിക്കുവാൻ നിയോഗം ഉള്ളത്. സന്ദേശം പ്രസംഗിക്കുകയും വേണം. അതൊരു കൽപ്പനയായിട്ടാണ് കർത്താവ് പറയുന്നത്. എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രസംഗിക്കണം,
ഈ സുവിശേഷ സന്ദേശം പ്രസംഗിക്കണമെന്ന് പുതിയ നിയമത്തിൽ മാത്രം കണ്ടുപിടിച്ചതല്ല, അതൊരു പ്രവചനത്തിൻ്റെ നിവൃത്തിയായിട്ട് തന്നെയാണ് അങ്ങനെ എഴുതിയിരിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 26:23 ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ ആദ്യനായി ജനത്തോടും ജാതികളോടും വെളിച്ചമറിയിക്കുകയും ചെയ്യും എന്ന് പ്രവാചകന്മാരും മോശയും ഭാവി കാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചതൊഴികെ വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. സന്ദേശം പ്രസംഗിക്കപ്പെടണമെന്ന് എഴുതിയിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് കൽപ്പനയായിട്ടാണ് അത് ശിഷ്യന്മാരോട് പറയുന്നത്. ഞാൻ ഇത്രയധികം ഇതിന് ഊന്നൽ കൊടുക്കുന്നതിനൊരു കാരണമുണ്ട്. പ്രസംഗമല്ല നമുക്കിന്ന് ആവശ്യം. പിന്നെ എന്താണ് ആവശ്യം? അഭിഷേകമാണ് ആവശ്യം എന്ന് അറിവില്ലാത്തവരും അസ്ഥിരരുമായ ആളുകൾ പറയുന്നത് കേട്ട് അതുപോലെ വിഴുങ്ങരുത്. സുവിശേഷം പ്രസംഗിക്കപ്പെടേണ്ടതാണ് എന്നാണ് കർത്താവ് കൽപ്പനയായി ശിഷ്യന്മാരോട് പറയുന്നത്. ഇവിടെയുള്ള സഭ നേതൃത്വം അത് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾ ബൈബിൾ പരിശോധിച്ചാൽ പഴയ നിയമ കാലഘട്ടം തൊട്ട് പ്രവാചകർ പ്രസംഗികളായിരുന്നു. പുതിയ നിയമം നിങ്ങൾ ശ്രദ്ധിക്കുക, യോഹന്നാൻ സ്നാപകൻ തൊട്ട് പ്രസംഗികളായിരുന്നു. ഈ കാലഘട്ടത്തിൽ അറിഞ്ഞോ അറിയാതെയോ പ്രസംഗത്തെ തരംതാണ് കാണുന്ന ചില പരാമർശങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് ദൈവവചനത്തിന് നിരക്കുന്നതല്ല. യോഹന്നാൻ സ്നാപകൻ പ്രസംഗിയായിരുന്നു. മർക്കോസ് 1:4 യോഹന്നാൻ വന്ന് മരുഭൂമിയിൽ സ്നാനം കഴിപ്പിച്ചും പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ചില വാക്യങ്ങൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കുറിച്ച് പറയാം. യേശു തമ്പുരാൻ പ്രസംഗിയായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 17, 18, 19 വാക്യങ്ങൾ അവിടുത്തെ മാതൃ സിനഗോഗായിരിക്കുന്ന നസ്രേത്തിലെ സിനഗോഗിൽ പരസ്യ ശുശ്രൂഷ സമയത്ത് അവിടുന്ന് ചെല്ലുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവിടുത്തെ കയ്യിൽ ഏൽപ്പിക്കുന്നു. പുസ്തകമെന്ന് അവിടെ എഴുതിയിരിക്കുന്നു, അത് ചുരുളാണ്. ആ ചുരുള് വിടർത്തി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ അവിടുന്ന് ഉദ്ധരിച്ചുകൊണ്ട് വായിക്കുകയാണ്. അവിടെ കേൾവിക്കാരായ നസ്രേത്തുകാര് യഹൂദന്മാർക്ക് ഈ ദൈവവചന ഭാഗം നന്നായിട്ടറിയാം. മശിയായെക്കുറിച്ചുള്ള പ്രവചന സൂക്തങ്ങളാണ്. എന്താണ് അതിൻ്റെ ഉള്ളടക്കം? നോയിക്കേ 17 മുതൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി ദരിദ്രന്മാരോട് സുവിശേഷം, അടുത്ത വാക്ക് അറിയിപ്പാൻ എന്നൊരു പ്രയോഗം. അർത്ഥം പ്രൊക്ലെയിം ചെയ്യുക, പ്രീച്ച് ചെയ്യുക, പ്രസംഗിക്കുക എന്ന അർത്ഥം ഉൾക്കൊള്ളുന്ന വാക്കാണ്. കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അഭിഷേകം പ്രസംഗിക്കാനാണ്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും, അടുത്ത വാക്ക് പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിട്ടയപ്പാനും, കർത്താവിൻ്റെ പ്രസാദവർഷം 3-ാം തവണ പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. എന്നിട്ട് അവിടുന്ന്
ഈ ദൈവവചന ഭാഗത്തിൽ നിന്നുകൊണ്ട് പ്രസംഗിച്ചു എന്ന് ആ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് ഗ്രഹിപ്പാൻ കഴിയും. ആ പ്രസംഗം ആളുകൾ ഉൾക്കൊണ്ടില്ല. നസ്രയത്തുകാർ യേശുവിനെ പട്ടണത്തിന് പുറത്താക്കിയെന്നും കർത്താവിനെ കൊല്ലുവാൻ ഭാവിച്ചു എന്നൊക്കെയാണ് തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നത്. അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോയി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. നോക്കുക, യേശു പ്രസംഗിച്ചു സുവിശേഷം. യേശു പ്രസംഗകനായിരുന്നു. 4-ാം അധ്യായത്തിന്റെ തന്നെ 43-44 വാക്യം ശ്രദ്ധിച്ചാൽ വളരെ എക്സ്റ്റെൻസീവായിട്ട് യേശു യാത്ര ചെയ്ത് പ്രസംഗിച്ചു എന്ന തിരുവെഴുത്ത് പറയുന്നത്. അവനവരോട്, ഞാൻ മറ്റുള്ള പട്ടണങ്ങളിലും ദൈവരാജ്യം സുവിശേഷീകരിക്കേണ്ടതാകുന്നു, ഇതിനായിട്ടല്ലോ എന്നെ അയച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഗലീലയിലെ പള്ളികളിൽ പ്രസംഗിച്ചു പോന്നു. നമ്മൾ വായിച്ച ഗ്രേറ്റ് കമ്മീഷൻ മഹാനിയോഗത്തിൽ സന്ദേശം പ്രസംഗിക്കപ്പെടണം. സന്ദേശം അറിയത്തില്ലെങ്കിൽ പ്രസംഗിക്കാൻ ഒക്കത്തില്ല. ഞാൻ അങ്ങോട്ട് വരികയാണ്. സന്ദേശത്തെക്കുറിച്ച് തിരുവെഴുത്തിലൂടെ വെളിപ്പാടുണ്ടാകണം. ആ വെളിപ്പാട് മനുഷ്യർക്ക് മനസ്സിലാകുന്ന നിലയിൽ വാക്കുകളിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. പ്രസംഗിക്കപ്പെടണം. ജോൺ ദ ബാപ്റ്റിസ്റ്റ് പ്രസംഗിയായിരുന്നു. നമ്മളെ വാഴ്ത്തപ്പെട്ട കർത്താവ് പ്രസംഗിയായിരുന്നു. ലൂക്കോസ് ചരിത്ര പുസ്തകമാകുന്ന അപ്പോസ്തല പ്രവൃത്തികൾ ആദ്യ നൂറ്റാണ്ടിലെ ദൈവസഭയുടെ 30 വർഷത്തെ ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ 28 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശ്രദ്ധിക്കണം, പത്രോസും പൗലോസും പ്രസംഗികളായിരുന്നു. 19 പ്രസംഗം അപ്പോസ്തല പ്രവൃത്തികളിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഞാൻ ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല. പ്രസംഗത്തിൻ്റെ ആ കൽപ്പനയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് അതിൻ്റെ ഗൗരവം സദസ്സിന് ബോധ്യമാക്കുവാനാണ് ഞാൻ ഈ പ്രാരംഭത്തിൽ ശ്രമിക്കുന്നത്. എന്താണ് ശരിയായ പ്രസംഗം? ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ പറയാം. ആളുകൾക്കിന്ന് തെറ്റിദ്ധാരണയാണ്. പലരും പ്രസംഗകരല്ല പ്രിയരെ. തമാശ പറയുന്നതോ ഇക്ലിപ്പെടുത്തുന്ന കാര്യങ്ങൾ പറയുന്നതോ ചുമ്മാ ആളുകളെ എല്ലാം കൂടെ ആവേശഭരിതരായി തീർക്കുന്നത് ഒരു പ്രസംഗവും അല്ലത്, ഒന്നുമല്ല. വെറുതെ ശബ്ദ കോലാഹലമെന്നേ ഉള്ളൂ. പക്ഷേ തട്ടുകട കഴിച്ച് ശരിയായ ആഹാരം എന്താണെന്ന് ഒരുമാതിരിപ്പെട്ട ആളുകൾക്ക് അറിയത്തില്ല എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം. ആ ഒരു സ്ഥിതിയിലേക്ക് ഇന്ന് കേരളത്തിലെ സഭകൾ ഏറെക്കുറെ എത്തിയിരിക്കുകയാണ്. അല്ലാത്തവരുണ്ട്, അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഗ്ലോബൽ മിഷൻസ് ഇന്ത്യയുടെ ദൈവദാസന്മാർ നേതൃത്വ നിര ഇതറിയണം. നമ്മുടെ തലമുറയിൽ ബാറ്റൺ നമ്മുടെ കയ്യിലുണ്ട്. മഹാനിയോഗം അനുസരിക്കണമെങ്കിൽ പ്രസംഗിക്കപ്പെടണം സന്ദേശം. നാണയത്തിൻ്റെ ഒരു വശമാണ് സുവിശേഷം പ്രസംഗിക്കപ്പെടണം. നാണയത്തിൻ്റെ മറുവശം ദൈവവചനം പഠിപ്പിക്കണം, ഉപദേശിക്കണം. ഇത് രണ്ടും ഒരുപോലെ പോകേണ്ടതാണ്. അല്ലെങ്കിൽ ജനത്തോട് ചെയ്യുന്ന ദ്രോഹമാണ്, ജനത്തെ ചതിക്കുകയാണ്. ഇതാണ് പൊതുവെ പലയിടത്തും നടക്കുന്നത്. പാടില്ല. വായി വരുന്നതെല്ലാം വിളിച്ചു പറയുന്നതല്ല പ്രസംഗം. ആവേശഭരിതരായി മാറി കേൾവിക്കാരെ കൂടെ ആവേശം ഉൾക്കൊണ്ട് എന്തൊക്കെയോ ശബ്ദകോലാഹലത്തിലൂടെ എന്തൊക്കെയോ വിളമ്പുന്നതല്ല പ്രസംഗം. സുവിശേഷത്തിൻ്റെ സന്ദേശം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവിക ആവേശമുണ്ട്, അതല്ല ഞാൻ പറഞ്ഞത്. കൃത്രിമമായി ആവേശം ഉണ്ടാക്കുന്ന കുറെ സീനുകൾ സൃഷ്ടിക്കുന്നതല്ല പ്രസംഗം. അത് തെറ്റിദ്ധാരണയാണ്. ഇതാണ് പലപ്പോഴും
പ്രാദേശിക ആളുകൾ, നേതാക്കന്മാർ പലയിടങ്ങളിൽ ചെയ്യാറുള്ളത്. ഒരു ശേഷിപ്പ് ഇവിടെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രസംഗി, ആ പ്രസംഗം എന്ന വാക്ക് നിങ്ങൾ എടുത്താൽ അതിന് ഞാനൊരു ഉത്തമമായ ഉദാഹരണം പറയാം. എന്താണ് ഈ പ്രസംഗം? പണ്ട് കാലത്ത് ഡിജിറ്റൽ യുഗമല്ല. അന്ന് രാജാക്കന്മാർ സന്ദേശവാഹകന്മാർക്ക് അവരുടെ സന്ദേശം കൈമാറും. രാജകൊട്ടാരത്തിൽ നടന്ന വിശേഷമായ കാര്യങ്ങൾ പൊതുജനത്തെ അറിയിക്കുവാൻ ഈ സന്ദേശം വഹിച്ചുകൊണ്ട് കുതിരപ്പുറത്ത് ചില ആളുകൾ പട്ടണത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള സ്ഥലങ്ങൾ ഒരുക്കപ്പെട്ട ഇടത്ത് ചെല്ലും. അത്യുച്ചത്തിൽ ശബ്ദമുയർത്തിക്കൊണ്ട് രാജാവിൻ്റെ സന്ദേശം രാജാവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് വിളംബരം ചെയ്യുന്നതാണ് പ്രസംഗം. സന്ദേശവാഹകന് അതിനകത്തെ ഒരു വാക്ക് പോലും മാറ്റാൻ അനുവാദമില്ല. കൂട്ടുവാനോ കുറയ്ക്കുവാനോ സന്ദേശവാഹകന് യാതൊരു അനുവാദവുമില്ല. സന്ദേശം രാജാവിൻ്റെതാണ്. അത് ജനത്തിന് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതുപോലെ അറിയിക്കുന്നതാണ് സന്ദേശവാഹകന്റെ തൊഴില്, ജോലി. ഇതാണ് പ്രസംഗം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉള്ളടക്കം ഗ്രഹിച്ചുകൊണ്ട് അതാത് സമയങ്ങളിൽ ആത്മാവ് പ്രേരണ തരുന്നത് പോലെ രാജാവാകുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ സന്ദേശം പങ്കുവെക്കുന്നതാണ് ശരിക്കും പ്രസംഗി. അങ്ങനെയുള്ളവർ ഈ ഗ്ലോബൽ മിഷൻസ് ഇന്ത്യയിൽ എഴുന്നേൽക്കട്ടെ. മുഖം നോക്കാതെ, പ്രതിഫല ഇച്ഛ കൂടാതെ, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തിന് വെള്ളം ചേർക്കാതെ വിളമ്പുന്ന ധൈര്യശാലികളായ അഭിഷക്തന്മാർ എഴുന്നേൽക്കട്ടെ. ഈ കാലഘട്ടത്തിൽ ബാറ്റൺ നമ്മുടെ കയ്യിലാണ്. ഇത് അടുത്ത തലമുറയ്ക്ക് നമ്മൾ കൈമാറിയേ മതിയാകൂ. നമ്മുടെ തലമുറയിൽ നാം വിശ്വസ്തരായി നിൽക്കണം. രണ്ടാമത്തെ കാര്യം, എന്താണ് പ്രസംഗിക്കേണ്ടത്? സന്ദേശം എന്താ? സന്ദേശം അറിയത്തില്ലെങ്കിൽ വായി വരുന്നതെല്ലാം പറയും. ചില സമയത്ത് അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കും, ആത്മാവ് ഇങ്ങനെ പറയുന്നു. മനസ്സിലായോ? വളരെ അപകടകരമായ പ്രയോഗങ്ങളാണ്. ശരിക്കും ആത്മാവ് പറയുന്നവരുണ്ട്, ഞാൻ നിഷേധിക്കുന്നില്ല. എന്നാൽ ആത്മാവ് പറയാതെ ആത്മാവ് പറഞ്ഞു എന്ന് പറഞ്ഞ് ബൈബിളിന് നിരക്കാത്ത കാര്യങ്ങൾ പറയുന്നത് പ്രസംഗമല്ല, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. മഹാനിയോഗത്തിൽ ലൂക്കോസ് 24:47 ആദ്യ ഭാഗം എന്താണ് സന്ദേശം? അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവുമാണ് പ്രസംഗിക്കേണ്ടത്. വെറുതെ മാനസാന്തരവും പാപമോചനമല്ല. ഒന്നാമത് അവന്റെ നാമത്തിലാണ് ഇത് പ്രസംഗിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒന്നാമത് അവിടുത്തെ അധികാരത്തിൽ നിന്നുകൊണ്ടാണ് പ്രസംഗിക്കേണ്ടത്. സ്വന്തം അധികാരമല്ല, നമ്മുടെ ഡിനോമിനേഷന്റെ അധികാരമല്ല. മനുഷ്യരുടെ പാപത്തിന് പരിഹാരമായി 3 ആടുകളുടെ മേൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കല്ലറകളെ ഭേദിച്ച് മരണത്തെ തോൽപ്പിച്ച നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ നാമത്തിലാണ്, ആ അധികാരത്തിലാണ് പ്രസംഗം. അതിനാരും പേടിക്കേണ്ട കാര്യമില്ല. സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നല്ലേ കർത്താവ് പറഞ്ഞത്? ആകയാൽ പുറപ്പെടുക. യേശുവിൻ്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് അവൻ്റെ നാമത്തിൽ. അതിൻ്റെ അർത്ഥം അല്പം കൂടെ വിശദീകരിച്ചാൽ,
നാമം വഹിക്കുന്ന വ്യക്തി പ്രധാനപ്പെട്ടതാണ്. അവിടെ ദൈവത്തിൻ്റെ നാമമുണ്ട്. ആ നാമം പരസ്യപ്പെടുത്തുന്നത് ദൈവമാരാണ്. ദൈവിക ആട്രിബ്യൂട്ടുകളെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ദൈവത്തിൻ്റെ നാമം. യേശുവിൻ്റെ വ്യക്തിത്വം മുഴുവനും ഉൾക്കൊള്ളുന്നതാണ് യേശുവിൻ്റെ നാമം. ആ അധികാരത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രസംഗിക്കേണ്ടത്. അല്പം കൂടെ പറഞ്ഞാൽ, അവിടുത്തെ മരണത്തിലും പുനരുത്ഥാനത്തിലും അവിടുന്ന് പാപപരിഹാരത്തിന് വേണ്ടി ചെയ്തതെല്ലാത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് പാപികളായ മനുഷ്യർക്ക് പാപമോചനം വിളംബരം ചെയ്യേണ്ടത്. അല്ലാതെ ഇത് വേറെ ആരുടെയും പ്രസ്ഥാനത്തിന്റെ നാമത്തിലല്ല, യേശുവിന്റെ നാമത്തിൽ. അവിടുന്ന് ആരാണ്? അവിടുന്ന് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന കാര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് സന്ദേശം അറിയിക്കേണ്ടത് എൻ്റെ നാമത്തിൽ. അല്ലാതെ പാപമോചനവും മാനസാന്തരവും നമുക്ക് അവിടുന്നാണ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്. അവിടുന്നാണ് പാപപരിഹാരം നമുക്ക് വേണ്ടി ചെയ്തെടുത്തത്. അവിടുന്നാണ് കൽപ്പിച്ചത്, പോകുക, സന്ദേശം അറിയിക്കുക. സന്ദേശം അവിടുത്തെ നാമത്തിലാണ്. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുവേശു തന്നെ. ഒറ്റ നാമമേ ഉള്ളൂ, യേശുവിൻ്റെ നാമം. ഇനിയും നിങ്ങൾ ശ്രദ്ധിക്കണം. 47-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. അവിടെ നിന്നാണ് ഒന്നാമത്തെ കാര്യം പ്രസംഗിക്കണം എന്ന കാര്യം ഞാൻ പറഞ്ഞിട്ട്, രണ്ടാമത് പ്രസംഗത്തിൻ്റെ സന്ദേശം. സന്ദേശം അവൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞു തുടങ്ങി. മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. യേശു തമ്പുരാൻ, ഉയർത്തെഴുന്നേറ്റ കർത്താവ്, ഇത് പറയുന്നത് ശിഷ്യന്മാരോടാ. ശ്രദ്ധിക്കണം. അന്നേരം അവർക്ക് സന്ദേശത്തെക്കുറിച്ച് ആശങ്കയുണ്ട്. നമ്മളെ അത്ഭുതപ്പെടുത്തും. സന്ദേശത്തിൻ്റെ ഉള്ളടക്കവും തിരുവെഴുത്തിലൂടെ സന്ദേശത്തിൻ്റെ ഗൗരവം അറിയാതെ ഈ ശിഷ്യന്മാർക്ക് സന്ദേശവാഹകരായി പോകുവാൻ സാധ്യമല്ല. യേശു ഇത് പറയുന്ന സമയത്ത് 36-ാം വാക്യം മുതൽ 43-ാം വാക്യം വരെ അവർ ഭയന്നിരിക്കുകയാണ്. 44-45 വാക്യത്തിലാണ് സന്ദേശം വഹിക്കാൻ തക്കവണ്ണം അവരെ ബൈബിൾ സ്റ്റഡി എടുത്ത് കർത്താവ് ഉറപ്പിക്കുന്നത്. സാഹചര്യമാണ് ഞാൻ പറയുന്നത്, കോണ്ടെക്സ്റ്റ്. അവർ തയ്യാറല്ല. തയ്യാറാക്കി കഴിഞ്ഞിട്ടാണ് പറയുന്നത് പോ. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം നിങ്ങൾ പരിശോധിച്ചാൽ നമ്മളെ അത്ഭുതപ്പെടുത്തും. പ്രധാനമായി 3 കാര്യങ്ങൾ അവിടെയുണ്ട്. ആദ്യത്തെ 12 വാക്യങ്ങളിൽ കുറെ സഹോദരിമാർ, മഗ്ദലക്കാരത്തി മറിയയുണ്ട്, ശലോമി ഉണ്ടെന്ന് മർക്കോസ് നമുക്ക് വായിക്കുമ്പോൾ ഗ്രഹിപ്പാൻ കഴിയും. ജോയാന ഉണ്ട്, യാക്കോബിൻ്റെ അമ്മയാകുന്ന മറിയ ഉണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. ഇവരെല്ലാം ആ ഖബറിങ്കൽ പോകുകയാണ്. എന്തിന്?
സ്പൈസസ് ഉണ്ടാക്കിയിട്ടുണ്ട് ശവശരീരത്തിൽ പൂശുവാൻ. തെളിച്ച് മനസ്സിലാക്കാൻ കഴിയത്തില്ലേ? യേശു ഉയർക്കുമെന്ന് അവർ വിശ്വസിച്ചില്ല. നമ്മെ അത്ഭുതപ്പെടുത്തും. യേശു പറഞ്ഞിട്ടില്ലേ അവിടുന്ന് മരിക്കും, അടക്കപ്പെടും, ഉയർത്തെഴുന്നേൽക്കുമെന്ന്? ധാരാളം തവണ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലൂക്കോസിലെ മാത്രം ഉദ്ധരണികൾ പറയാം. 9-ാം അധ്യായം 23-ാം വാക്യം, 43 മുതൽ 45-ാം വാക്യം, 18-ന്റെ 31 മുതൽ 34 വരെയുള്ള വാക്യം. എത്രയോ തവണ തന്നെ അനുഗമിക്കുന്നവരോട് കർത്താവ് യാഗമാകും, കഷ്ടാനുഭവങ്ങളുണ്ട്, ക്രൂശിതനാകും, ഇതൊക്കെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കർത്താവ് മരിച്ചു കഴിഞ്ഞ് ലൂക്കോസ് 24-ലെ ആദ്യത്തെ 12 വാക്യങ്ങളിൽ ഇവർ ഈ വിഷയമൊക്കെ വിട്ടു. അവർ കല്ലറയ്ക്ക് പോവുക. എന്നിട്ട് ചില സൂചനകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. 4-ാം വാക്യത്തിൽ അവർ ചഞ്ചലിച്ചിരിക്കുമ്പോൾ എന്ന്. എന്തിനാണ് നിങ്ങൾ ചഞ്ചലിക്കുന്നത്? കബറ് തുറന്നു കിടക്കുക, അന്നേരം പ്രൈസ് ദി ലോർഡ് പറഞ്ഞ് ആരാധിക്കല്ലേ വേണ്ടത്? ആശയക്കുഴപ്പത്തിൻ്റെയും ഉത്കണ്ഠയുടെയും ഉയർന്ന ഒരു അവസ്ഥയാണ് ഈ ചഞ്ചലിച്ചിരിക്കുമ്പോൾ എന്ന പദപ്രയോഗം. 2-ാം വാക്യത്തിൽ കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. 3-ാം വാക്യത്തിൽ അകത്ത് കടന്നാറെ കർത്താവായ യേശുവിൻ്റെ ശരീരം കണ്ടില്ല. ഇതെല്ലാം കൂടാണ് അവർ ചഞ്ചലിച്ച് നിൽക്കുക. പിന്നെ 2 ദൂതന്മാരിറങ്ങി അവരെ ബലപ്പെടുത്തുക. ബലപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അവര് യേശു പറഞ്ഞ വചനം ഓർമ്മപ്പെടുത്തിയത്. അപ്പോഴാണ് അവരൊന്ന് ബലപ്പെടുത്തിയത്. വചനത്തിലാ ഉറക്കേണ്ടത്. ഇന്ന് വചനത്തെക്കാട്ടിൽ ദൂതന്മാരെ കാണാൻ ആവേശം. ഈ അടുത്തിടെ ഒരുവനെ യൂട്യൂബിൽ വന്ന് പറയുന്നത് കേട്ട്, ദൂതൻ വന്നേച്ച് പോയെന്ന്. അതുകൊണ്ട് ഒരു കോഴിപ്പൂട പോലൊരു പൂട എടുത്ത് കാണിക്കാറുണ്ട്, ദൂതൻ്റെ ചിറകിൻ്റെ തൂവലാന്ന്. അങ്ങ് ആവേശത്തിലായി. ഇറങ്ങിയ ദൂതന് പറയാനുള്ളത് ഓർക്കുന്നില്ലേ? കർത്താവ് നിങ്ങളോട് കൂടെ ഇരുന്നപ്പോൾ പറഞ്ഞത് വചനത്തിൽ അവർ ഉറച്ചു. ഈ വചനത്തിൽ ഉറച്ചപ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, അവർ വേഗത്തിൽ പോയി ബാക്കി ശിഷ്യന്മാരെ അറിയിച്ചു, യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. സന്ദേശത്തെക്കുറിച്ച് ഉറപ്പില്ലാതെ പറയാൻ പറ്റില്ല. 2-ാമത്തെ കൂട്ടരാണ് 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ 2 ശിഷ്യന്മാർ. ഒരാളുടെ പേരേ ഉള്ളൂ, ക്ലെയോപ്പാസ്. അവർ 7 മൈൽ, യെരുശലേമിൽ നിന്ന് 7 മൈൽ ദൂരെ എമ്മൗസിലേക്ക് യാത്ര പോകുകയാണ്. ഭയങ്കര നിരാശ. ഇങ്ങനെ പറ്റിപ്പോയല്ലോ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരുടെ കൂടെ നടന്നത്, പക്ഷെ അവരുടെ കണ്ണ് നിരോധിക്കപ്പെട്ടിരുന്നത്. അതെന്തിനാ? എങ്കിലേ ഹൃദയത്തിലുള്ളത് വെളിപ്പെടും. അവർക്ക് ശരിക്കും മനസ്സിലായില്ല ഇത് യേശുവാണ്. അപ്പൊ യേശു ശ്രദ്ധിക്കുകയാണ്. യേശു അങ്ങോട്ട് ചോദിക്കുന്നു, എന്താ നിങ്ങൾ ഈ പറയുന്നൊക്കെ? അപ്പൊ അവരുടെ നിരാശകൾ പറയുകയാണ്. അവരും വിശ്വസിച്ചില്ല യേശു ഉയർത്തെഴുന്നേൽക്കും. സന്ദേശം തിരുവെഴുത്തിലൂടെ ഗ്രിപ്പായിട്ടില്ല. ഒടുവിൽ കർത്താവ് എന്ത് പറഞ്ഞു നോക്കിക്കേ, 25 മുതൽ 27 വരെയുള്ള വാക്യം. അവരെയും വചനത്തിൽ ഉറപ്പിക്കുക. വചനമല്ല ബ്രദറെ ആവശ്യം, പിന്നെന്താ ബ്രദറെ ആവശ്യം? ഇങ്ങനെ ആരെങ്കിലും വിളമ്പുമ്പോൾ ഒന്നും തോന്നല്ലേ, കയറി കൈ അടിച്ച് ആവേശഭരിതരാവും. എല്ലാത്തിനും കൈയടിക്കുകയല്ലേ, കൈ അടിക്കാൻ നമ്മൾ വരികല്ലേ. സ്തോത്രം. 25 മുതലുള്ള വാക്യം. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കണം. എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. കുറച്ച് വിശ്വാസമുണ്ട് കേട്ടോ. മശിയ ജയിക്കും, ജയാളിയാകും. മശിയായെക്കുറിച്ചുള്ള ചില ഉദ്ധരണികൾ, കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന മശിയായെക്കുറിച്ച് വിശ്വാസമില്ല. എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞ് മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്ന് എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ള അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. യേശു ബൈബിൾ സ്റ്റഡി എടുത്ത് യേശുവിനെ കുറിച്ച് പഴയ നിയമത്തിലെ പുസ്തകങ്ങളിലൂടെ കടത്തി അവരെ വിട്ടു.
7 മൈൽ ദൂരം നടക്കുക. എന്നിട്ട് യേശു അങ്ങ് വിട്ടു പോകാനുള്ള ഭാവിച്ചു. പക്ഷെ അവർ നിർബന്ധിച്ച് യേശുവിനെ. അങ്ങനെ അവരുടെ വീട്ടിൽ ചെന്ന് അപ്പം മുറിച്ചു കൊടുത്തപ്പോൾ അകക്കണ്ണ് തുറന്നു. യേശു അപ്രത്യക്ഷനായി. അവർ തമ്മിൽ പറയാ, ഇടാ നമ്മളെ ഈ വചനം കേട്ടോണ്ട് വരുമ്പോൾ നമ്മുടെ ഹൃദയം കത്തിയെന്ന്. അല്ലാതെ നമ്മളെ കത്തട്ടെന്ന് പറയുമ്പോഴല്ല കത്തുന്നത്, വചനമകത്ത് വരുമ്പോഴേ കത്തുന്നേ. മനസ്സിലായോ? ആ കത്തലില്ലാത്തതുകൊണ്ടാണ് നമുക്ക് പിന്നെ അങ്ങ് ആവേശഭരിതരാക്കി കത്തട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ കത്താൻ ഇരിക്കുക. അതാ യോഗം കൊണ്ട് ആ കത്തൽ കഴിയും. ഇവരും അനുഭവം എന്താ? ഒറ്റയോട്ടം മടക്കി ശിഷ്യന്മാരെ കണ്ടു പറഞ്ഞു, യേശു ജീവിക്കുന്നു. അവ 2 കൂട്ടരെ ഞാൻ നിങ്ങളുടെ മുൻപിൽ കാണിച്ചു. 2 കൂട്ടർക്കും, സഹോദരിമാർക്കും ഈ 2 ശിഷ്യന്മാർക്കും യേശു ഉയർക്കുമെന്ന് ഒരു ചിന്തയില്ല. ഹൃദയം കലങ്ങിയിരിക്കുകയാണ്. വചനത്തിൽ ഉറപ്പിച്ചു. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ നേരിട്ട് കണ്ടത് പോരാ, വചനത്തിൽ ഉറപ്പിച്ചു. യഹൂദന് നന്നായി അറിയാം പഴയ നിയമത്തിലൂടെ അവരെ കടത്തിവിട്ടു. യേശു തന്നെ വ്യാഖ്യാനിച്ചു കൊടുത്തു. ഓരോ പുസ്തകത്തിലും അവിടുത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത് വിലപ്പെട്ടു, കത്തി. അത് പര്യാപ്തമായിരുന്നു. സന്ദേശം പോയി അറിയിക്കാൻ. 3ാമത്തെ ഗ്രൂപ്പാണ് 36 മുതലുള്ള വാക്യം. കർത്താവ് ശിഷ്യന്മാരുടെ അടുക്കൽ വരിക, 43 വരെയുള്ള വാക്യം. 36ാമത്തെ വാക്യത്തിൽ വന്നപ്പോൾ തന്നെ കർത്താവ് അവരെ ഒന്ന് ഗ്രീറ്റ് ചെയ്തു, നിങ്ങൾക്ക് സമാധാനം. പക്ഷെ സമാധാനം എല്ലാം നഷ്ടപ്പെട്ടിരിക്കുക ഇപ്പം. നോക്കിയ 37ാം വാക്യം. അവർ ഞെട്ടി ഭയപ്പെട്ടു, ഒരു ഭൂതത്തെ കാണുന്നു എന്ന് അവർക്ക് തോന്നി. എന്താ നിങ്ങൾ ഈ കർത്താവിൻ്റെ കൂടെ നടന്നതല്ലേ അന്നു? ഈ ബൈബിൾ സ്റ്റഡി എല്ലാം നിങ്ങൾ പഠിച്ചതല്ലേ അന്നു? എന്നിട്ട് നിങ്ങൾക്ക് തന്നെ ഈ ഞെട്ടല്, ഇതെന്താ ഇങ്ങനൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത്? മശിയ കഷ്ടം അനുഭവിക്കുന്നുള്ള വേദശാസ്ത്രം ഉൾക്കൊണ്ടിട്ടില്ല. അയ്യോ അതെന്താ? അതേ, കുട്ടിക്കാലം തൊട്ട് ശബത്തിൽ പഠിപ്പിക്കുന്നത് മശിയ വരും. അപ്പൊ മശിയ വരുമെന്നുള്ള ഉറപ്പുണ്ട്. മശിയ വന്നാൽ നമ്മളെ ഭരിക്കുന്ന റോമക്കാരെ അട്ടിമറിച്ചിട്ട് ദൈവരാജ്യം അക്ഷരീകമായി സ്ഥാപിക്കും. ഈ വലിയ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. മശിയ വരും, മെശിയ വാഴും. കഷ്ടാനുഭവത്തിലൂടെ കടന്നു പോകുന്ന ക്രൂശിതനാകുന്ന മശിയയെക്കുറിച്ചുള്ള തിരുവെഴുത്തുകൾ സൗകര്യപൂർവം അവരൊഴിവാക്കി. മശിയയെക്കുറിച്ചുള്ള വേദശാസ്ത്രം അവരുടേത് പൂർണ്ണമല്ലായിരുന്നു. ശ്രദ്ധിക്കണേ, തിയോളജി അല്ല ബ്രദറെ നമുക്ക് വേണ്ടത്, തീയാ വേണ്ടത്. എന്തൊരു മണ്ടത്തരമായി പറയുന്നത്. അതിനും നമ്മൾ കൈയടിക്കും. ദൈവവചനം കൃത്യമായി വ്യാഖ്യാനിക്കപ്പെടുന്നില്ലെങ്കിൽ ഇവർക്ക് പറ്റിയതാണ് നമുക്കും പറ്റുന്നത്. കുട്ടിക്കാലം തൊട്ടേ നമ്മുടെ ഭാഷ പറയാം. സൺഡേ സ്കൂളിൽ പോകുമ്പോൾ എന്ന് പറഞ്ഞ പോലെ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിക്കുന്നത് മശിയയെക്കുറിച്ച് വേറൊരു ആശയമാണ്. മശിയ വരും, പക്ഷെ വേറൊരു ആശയമാണ്. ഹി ഈസ് എ കോൺകറിംഗ് മിലിറ്ററി കിങ്. പക്ഷെ ഇതാണ് ക്രൂശിതനാകുന്നു, ആരോരുമില്ലാതെ നിസ്സഹായനെ പോലെ മരിക്കുന്നു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നൊക്കെ പറഞ്ഞ പത്രോസ് ആടിപ്പോയി. സ്തോത്രം. 38ാം വാക്യത്തിൽ കർത്താവ് ചോദിക്കുക, അവൻ അവരോട്, നിങ്ങൾ കലങ്ങുന്നത് എന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നത് എന്ത്? അപ്പൊ കലങ്ങി, സംശയിച്ച്, ഞെട്ടി, ഭയപ്പെട്ട് ഇരിക്കുന്ന ഒരു സംഘം. ആമുഖമായിട്ട് ദൈവദാസൻ നിങ്ങൾ അഭിമുഖീകരിക്കുന്നതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, നിങ്ങളെപ്പോലെ തന്നെയാണല്ലോ ഇവരുമെന്ന്. 39ാം വാക്യം കർത്താവ് നോക്കി അവരെ ശാന്തപ്പെടുത്തുന്നത്. ആദ്യം കർത്താവ് ചെയ്യുന്നത് നോക്കിയേ, ഞാൻ തന്നെ ആകുന്നു എന്ന് അവൻ്റെ കൈയും കാലും നോക്കി അറിവീൻ.
ഞാൻ തന്നെ ആകുന്നു എന്ന് എൻ്റെ കൈയും കാലും നോക്കി അറിവീൻ, എന്നെ തൊട്ടു നോക്കുവീൻ. ഞാനാ? നിങ്ങൾ പറഞ്ഞു ഭൂതമാന്ന്. നോ, എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ കൈയും കാലും അവരെ കാണിച്ചു. ഉറപ്പാണ്, ആണിപ്പഴുതുള്ള മാർക്കുകൾ അവർ കണ്ടിട്ടുണ്ട്. എന്നിട്ടും ഒന്ന് ധൈര്യപ്പെടുന്നില്ല. ഒരു വാക്യമുണ്ട്, സന്തോഷിച്ച് അവിശ്വസിച്ചത്. ആ വാക്യം തന്നെ ഞാൻ വായിക്കാം, അല്ലേ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകും. 41. അവർ സന്തോഷത്താൽ വിശ്വസിക്കാതെ അതിശയിച്ച് നിൽക്കുമ്പോൾ അവരോട് തിന്നുവാൻ വല്ലതും ഇവിടെ നിങ്ങളുടെ പക്കൽ ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ ഒരു ഖണ്ഡം വറുത്ത മീനും തേൻകുട്ടിയും അവന് കൊടുത്തു. അതവൻ വാങ്ങി അവർ കാൺകെ തിന്നു. ഇത്രയും പ്രൂഫുകൾ കൊടുക്കുക. ഈ ഞാൻ തന്നെയാ. അപ്പൊ ഇതുപോലെ പോരാ. 44-ാം വാക്യത്തിൽ ബൈബിൾ സ്റ്റഡി എടുത്തു. ഈ 3 കേസുകൾ നിങ്ങൾ നോക്ക്. സഹോദരിമാർ വിശ്വസിച്ചില്ല, വചനത്തിൽ ദൂതന്മാർ പറഞ്ഞ് അവർ ഉറക്കുകയാണ്. എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാർ വിശ്വസിച്ചില്ല, കർത്താവ് നേരിട്ട് ബൈബിൾ സ്റ്റഡി എടുത്ത് ഉറപ്പിക്കുന്നു. ഈ 2 കൂട്ടലിലും കാണുന്നവർ സന്തോഷത്തോടെ പോയി മറ്റുള്ളവരോട് യേശു ജീവിക്കുന്നെന്ന് സന്ദേശം പറയുകയാണ്. സന്ദേശം പറയണമെങ്കിൽ സന്ദേശത്തെക്കുറിച്ച് ഉറപ്പുണ്ടാകണം. 3-ാമത്തെ കൂട്ടരാണ് ശിഷ്യന്മാർ. അവർ പേടിച്ചിരിക്കുകയാണ്. യേശു ഉയർക്കുമെന്ന് അവർക്ക് വിശ്വാസമില്ല. ഉയർത്തെഴുന്നേറ്റ കർത്താവ് വന്ന് നിങ്ങൾക്ക് സമാധാനം പറഞ്ഞത് നമുക്ക് കീബോർഡ് ഉണ്ടായിരുന്ന ആരാധന വെളിപ്പെട്ടതിന്. അവർ പറഞ്ഞത് ഭൂതമാണെന്നാ തോന്നുന്നത്. എന്തോ ഇത്? കർത്താവ് കൈ കാണിക്കുന്നു, കാല് തൊടാൻ ആവശ്യപ്പെടുന്നു, അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. പോരാ. 44-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അവൻ അവരോട് എന്ന് പറഞ്ഞ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് കർത്താവ് ഇനിയും ദൈവവചനം അവരെ പഠിപ്പിക്കുകയാണ്. എന്താണ് പഠനത്തിൻ്റെ മുഖ്യ വിഷയം? കഷ്ടാനുഭവങ്ങളും ക്രൂശുമരണവും. ഇത് പുതിയ നിയമത്തിൽ പെട്ടെന്ന് തല്ലിക്കൂട്ടിയതൊന്നുമല്ല. പഴയ നിയമം തൊട്ട് മശിയ വരുമ്പോൾ ലോകത്തിന്റെ പാപത്തിന് വേണ്ടി യാഗമായി തീരുമെന്നുള്ള സന്ദേശം അവരുടെ ബൈബിളിലുണ്ട്. സന്ദേശം അറിയത്തില്ല, പിന്നെ എങ്ങനെയാണ് ബാറ്റൺ വാങ്ങി പോകുന്നത്? ഒരുപാട് ഉപദേശിമാർക്ക് പറ്റിയിരിക്കുന്ന ഇതാണ്. അതുകൊണ്ട് വന്ന് അതും ഇതും പറയും, വിസ കിട്ടും, എല്ലാവരും കൂടെ കൈയടിച്ച് ആരാധിക്കും. ഇപ്പത്തേണ്ട കെട്ടുപൊട്ടും. എന്ത് കെട്ട്? എവിടെ കെട്ടി? കെട്ടിക്കെട്ടി, വട്ടം കെട്ടി, ചുറ്റിക്കെട്ടി എന്ന് പറഞ്ഞാൽ അതെന്തൊരു കെട്ട്? ഇത് വല്ലതാണോ യേശുവിൻ്റെ സന്ദേശം? കാർമേക പടലങ്ങൾ പോലെ വ്യാപരിക്കുന്ന ചില വ്യാപാരങ്ങളും അതിൻ്റെ നിലകളും നിലവാരങ്ങളും എന്ന് പറഞ്ഞാൽ എന്തോ? സന്ദേശം എന്താ? പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ഇത് ഉരുട്ടി പരട്ടി ചെയ്താൽ അന്നത്തെ യോഗം പാസ്സായി കിട്ടും. ബൈബിളിലേക്ക് മടങ്ങി വാ ഉപദേശിമാരെ, വിശുദ്ധ തിരുവെഴുത്തിലേക്ക് മടങ്ങി വാ. നിങ്ങളാണ് ആദ്യം മാനസാന്തരപ്പെടേണ്ടത്. നിങ്ങൾ മാനസാന്തരപ്പെട്ടാൽ ജനം മാനസാന്തരപ്പെടും. യേശു വന്ന് ഈ ഡിസ്കറേജ് ആയിരിക്കുന്ന ആളുകളെ പെട്ടെന്ന് ഏതാണ്ട് ഫാസ്റ്റ് പാസഞ്ചർ സ്പീഡിൽ പറഞ്ഞ് എല്ലാവരും കൈയടിച്ച് ആരാധിക്കുക. എന്താ? തിരുവെഴുത്തിൽ അവരെ ഉറപ്പിക്കുക. അവിടുന്ന് ആദ്യം അവർ തൊടാൻ ആവശ്യപ്പെടുന്നു, അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. എന്നിട്ട് പിന്നെ അവൻ അവരോട് ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. എത്ര തവണ നിങ്ങളോട് ഞാൻ വചനം പറഞ്ഞു? മോശയുടെ ന്യായപ്രമാണത്തിലും 2 പ്രവാചക പുസ്തകങ്ങളിലും 3 സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. ഈ സംഭവിച്ചത് മുഴുവനും
ഇതെല്ലാം മോശയുടെ ഗ്രന്ഥം, പ്രവാചക പുസ്തകം, സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന നിവൃത്തിയായതാണ്. നിങ്ങളുടെ തിരുവഴുത്തിൽ ഇതുണ്ട്. അവരുടെ ചിന്തയുടെ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ തീർന്നു. ആ മശിയ എന്നൊക്കെ ഞങ്ങൾ ഓർത്തു. പക്ഷെ മരിച്ച ആളുകൾ ആരെങ്കിലും എഴുന്നേൽക്കുമോ? മരിച്ചു കഴിഞ്ഞ ആൾ തീർന്നു. അവരുടെ സ്വപ്നങ്ങളെല്ലാം അസ്തമിച്ചു എന്നാണ് അവർ ചിന്തിച്ചത്. അപ്പൊ യേശു അവരെ ബലപ്പെടുത്തുന്നത് 45-ാം വാക്യം, തിരുവഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നെന്ന്. അതെങ്ങനെയാ? തിരുവഴുത്തുകളെ കൊണ്ട് വ്യാഖ്യാനിച്ച് കൊടുത്ത് ബുദ്ധി തുറന്നു. അമാനുഷിക ഒരു ഘടകം അതിനകത്തുണ്ടെന്നുള്ളത് ഞാൻ നിഷേധിക്കുന്നില്ല. എന്നാൽ പ്രധാനമായി ഹെർമന്യൂട്ടിക്സ്, വ്യാഖ്യാന ശാസ്ത്രം. പുള്ളി വന്നങ്ങ് തിയോളജി പറയായിരുന്നു, നമുക്കൊന്ന് കൈയടിക്കാൻ ഒരു ഗുമ്മില്ല. നമ്മൾ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, കർത്തൃദാസന്മാരെ, നമ്മളൊരു മായ ലോകത്തിലാണ്. നല്ല ശതമാനം ആധുനിക വേർപെട്ട സഭയിലെ അംഗങ്ങൾക്ക് പുസ്തകവുമായി ഒരു ബന്ധവുമില്ല. നല്ല ശതമാനം ആളുകൾ രക്ഷിക്കപ്പെട്ടവർ പോലുമല്ല. ഇത് അവസാനം പിടിവീഴും. വർഷം തോറും ലക്ഷങ്ങൾ മുടക്കി യോഗം കൂട്ടി കൈയടിച്ച് പാസാക്കി പിന്നെ കടം തീർക്കുക. എന്താ ഇത്? നമുക്ക് എന്തു പറ്റുമിറിയരേ? കർത്താവ് തിരുവഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്ന് പറയുമ്പോൾ, ഈ സങ്കീർത്തനത്തിലെ പാസേജുകൾ, പ്രവാചക പുസ്തകത്തിലെ പാസേജുകൾ, ഇതെല്ലാം അതിൻ്റെ യഥാർത്ഥ അർത്ഥം പുറത്തു കൊണ്ടുവന്നു. അവരുടെ ഉള്ളത്തിൽ മറ്റ് ചില വ്യാഖ്യാനങ്ങളാണ്. അതിൻ്റെ റിയൽ മീനിങ് പുറത്തു കൊണ്ടുവന്നു. അവർ അന്തം വിട്ടുപോയി. ഇതറിയാതെ അവർക്ക് സന്ദേശം പറയാൻ പോകാനൊക്കത്തില്ല. എന്താ സന്ദേശം? അവിടുത്തെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും. പാപമോചനത്തിന് വേണ്ടി കൊടുത്ത വിലയെക്കുറിച്ച് ബോധ്യമില്ലെങ്കിൽ, തിരുവഴുത്തിലൂടെ അവർക്ക് അത് ഗ്രഹിച്ചിട്ടില്ലെങ്കിൽ എന്ത് സന്ദേശം പറയും? ആദ്യം അവർക്ക് ഉറപ്പ് വരണം. കർത്താവ് തന്നെ പ്രത്യക്ഷപ്പെടുത്തി. അതുകൊണ്ട് തീർന്നില്ല, ദൈവവചനം അവരുടെ ഉള്ളത്തിലിട്ടു. നോക്കിക്കേ, പഴയ നിയമം മുഴുവനും യേശുവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ പഴയ നിയമം എടുത്ത് എന്തെല്ലാം പറഞ്ഞു ഇതിനിടയ്ക്ക്. ഞാനിപ്പോൾ ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല. ക്ലോക്ക് ഇങ്ങനെ പെട്ടെന്ന് പോവുക. പ്രൈസ് ദി ലോർഡ്. കൂട്ട മാനസാന്തരം നടക്കണം. ഒന്നാമത് ഉപദേശിമാരെല്ലാം മാനസാന്തരപ്പെടണം. നമ്മൾ എന്താടി കാട്ടിക്കൂട്ടിയത്? ഇത് നിങ്ങളോട് മാത്രമല്ല, നാടിത് കേൾക്കണം. വചനവിരുദ്ധമായ കാര്യങ്ങൾ പറയുകയും പ്രചരിപ്പിച്ച് ആളുകളെല്ലാം കൂടെ തുള്ളിച്ചാടിച്ച് സത്യം പറഞ്ഞാൽ ക്രിസ്തുവിൽ നിന്ന് അകറ്റുകല്ലേ. എല്ലാം അവിടുത്തെ നാമത്തിലായി ചെയ്യുന്നത്. യേശുക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്ന് മാറ്റി മറ്റു പല കാര്യങ്ങളിൽ കേന്ദ്രീകരിച്ചു. ക്രൈസ്റ്റ് സെന്റർഡ് അല്ലേ മെസ്സേജുകൾ മുഴുവൻ? സന്ദേശം അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും. സന്ദേശം അതാണ്. ഞാൻ അവിടെ നിൽക്കുകയാണ്, പക്ഷേ വേഗം പോയി നോക്കൂ. അവൻ്റെ നാമമെന്ന് പറഞ്ഞപ്പോഴാണ്, വേറെ ഒരു നാമവുമില്ല. യേശു ആരാണെന്നും യേശു എന്താണ് ചെയ്തതെന്നും കൃത്യമായി മനസ്സിലായില്ലെങ്കിൽ എനിക്ക് കിട്ടിയ കമ്മീഷൻ അനുസരിച്ച് വിളംബരം ചെയ്യാൻ പോകാനൊക്കത്തില്ല. രാജാവിൻ്റെ സന്ദേശത്തെക്കുറിച്ച്
എനിക്ക് കൃത്യതയില്ല, ഞാൻ എന്ത് സന്ദേശവാഹകനാകും? അവർക്ക് ഉറപ്പ് കൊടുത്തു. എന്നിട്ടാണ് വാസ്തവത്തിൽ 47-ാം വാക്യത്തിൽ അവർക്ക് ആ മഹാനിയോഗം കൈമാറുന്നത്. ഒന്ന്, മാനസാന്തരവും പാപമോചനം. മാനസാന്തരം. കർത്താവിൻ്റെ ആദ്യത്തെ പ്രസംഗം മത്തായി 4:17, അന്ന് മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. ഇപ്പോൾ ലൂക്കോസ് 24-ൽ അവസാനം ബാറ്റൺ കൈമാറുമ്പോഴും നിങ്ങൾ പ്രസംഗിക്കേണ്ടത് മാനസാന്തരം. നമ്മൾ ചിന്തിക്കുന്ന മാനസാന്തരം എന്ന വാക്ക് കേൾക്കുമ്പോൾ ഇതൊക്കെ അവിശ്വാസികളോട് എന്ന് പറയണം. ലവോദിക്ക സഭയോടും പറയുന്നത് എന്താണ്? മാനസാന്തരപ്പെടുക. പ്രധാനപ്പെട്ട ഒരു ഉപദേശ സത്യമാണ് നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത്. ഒരുപാട് വിശദീകരിക്കേണ്ടതാണ്, എന്നാൽ അത്രയും പറയാൻ നമ്മുടെ മുൻപിൽ നേരമില്ല. അപ്പോസ്തല പ്രവൃത്തി 17:30 എന്താണ് വേദപുസ്തകം പറയുന്നത്? മാനസാന്തരം ഒരു കൽപ്പനയാണ്. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാകാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പനയാ മാനസാന്തരം. ഇവിടെ വന്നിരിക്കുന്ന വേർപെട്ട സമൂഹത്തോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ മാനസാന്തരപ്പെട്ടോ? അയ്യോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഉണ്ട്, ഒരു കൽപ്പനയാണ്. മാനസാന്തരം ഹൃദയത്തെ രക്ഷയുടെ ദിശയിലേക്ക് ചലിപ്പിക്കുന്ന അടിസ്ഥാനപരമായ ആത്മീക പ്രവൃത്തിയാണ്. ആദ്യം അതാണ് ഉണ്ടാകേണ്ടത്, മാനസാന്തരം. ഇതാണ് നമ്മൾ പോയി പറയേണ്ടത്. ഞാനിവിടെ നിന്ന് നിങ്ങളോട് പറയുന്നു, മാനസാന്തരപ്പെടുവീൻ. ഇതാണ് ആദ്യമായിട്ട് ആത്മീകമായി സംഭവിക്കേണ്ടത്. കടഭാരം മാറും കേട്ടോ, പോര് ഞങ്ങളുടെ കൂടെ, ഞങ്ങൾ പ്രാർത്ഥിച്ച് ചെയ്ത് കെട്ടും ഞങ്ങൾ അഴിക്കും. അതൊക്കെ നല്ലതാണ്, അങ്ങനെയൊക്കെ കൃപയുണ്ട്. മാനസാന്തരം പറഞ്ഞു, നമ്മുടെ കൂടെ കൂടിയ പലതിനും മാനസാന്തരമില്ല. ഇതിൻ്റെ അർത്ഥം എന്താ? മാനസാന്തരവും പാപമോചനവും. മാനസാന്തരപ്പെടുന്നവർക്കാണ് പാപമോചനം ലഭിക്കുന്നത്. പാപത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും സ്വയത്തെക്കുറിച്ചും മനസ്സ് മാറ്റുന്ന അനുഭവമാണ് മാനസാന്തരം. ഞാൻ ഏതാണ്ട് വലിയ പുള്ളിയാണെന്ന് എനിക്ക് തോന്നി, പക്ഷേ തിരുവെഴുത്ത് കേട്ടപ്പോൾ, സുവിശേഷം കേട്ടപ്പോൾ ഞാൻ ഭാവിയാണ് എന്ന ബോധ്യം എനിക്ക് വന്നു. ദൈവമാരാണ്, വിശുദ്ധനാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടായി. ദൈവത്തെക്കുറിച്ചും എന്നെക്കുറിച്ചും എല്ലാം, അതുപോലെ രക്ഷയെക്കുറിച്ചുമൊക്കെയുള്ള മനസ്സിൽ വലിയ മാറ്റം. ഞാൻ ചിന്തിച്ചതേ, ഇടയ്ക്കിടയ്ക്ക് സാധുക്കൊക്കെ കുറേ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം ഓക്കെ ആവുമെന്ന്. ഓക്കെ ആകത്തില്ല. വിശ്വാസത്താലുള്ള നീതീകരണമാണ് മാനസാന്തരം. ശരിയായ മാനസാന്തരം പാപത്തെ ഉപേക്ഷിച്ച് മുഴുബലത്തോടെ മുഴുഹൃദയത്തോടെ ദൈവത്തിങ്കിലേക്ക് തിരിയാണ്. 180 ഡിഗ്രി തിരിയുന്നതാണ് മാനസാന്തരം. അപ്പോസ്തല പ്രവൃത്തി 26 അതിൻ്റെ 20-ാം വാക്യം, ആദ്യ ദമസ്കസിലും യെരുശലേമിലും യഹൂദ്യ ദേശത്തെങ്ങും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവർത്തികൾ ചെയ്യണമെന്ന് പ്രസംഗിച്ചു. മാനസാന്തരത്തിന് 4 ഘടകമുണ്ട് കേട്ടോ. ഒറ്റ ശ്വാസത്തിനത് പറയാം. 1, ആത്മീക പ്രകാശനം ലഭിക്കണം. ദൈവം നമ്മുടെ ഉൾക്കണ്ണ് തുറന്ന് എത്ര വലിയ കൊടും പാപിയാണ് മനുഷ്യനെന്ന് നമ്മളെന്ന ബോധ്യം ആദ്യം ഉണ്ടാകണം. സുവിശേഷം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നരകത്തിൽ പോകാൻ വിധിക്കപ്പെട്ടവരാണ് മനുഷ്യൻ. ഒന്നാമതാ വരേണ്ടത്. 2, ദൈവത്തിൻ്റെ കരുണയ്ക്കായി നമ്മളെ തന്നെ താഴ്ത്തുന്ന അനുഭവം. 2-ാം ഘടകം. രക്ഷപ്പെടാൻ വേറെ ഒരു മാർഗവുമില്ല. കർത്താവായ യേശുക്രിസ്തു കനിഞ്ഞെങ്കിലേ അവിടുത്തെ കൃപ നിമിത്തം മാത്രമേ രക്ഷപ്പെടത്തുള്ളൂ. പാപിയാണെന്നുള്ള ബോധ്യം. 2, താഴുക എന്ന് പറഞ്ഞാൽ എൻ്റെ നീതി കൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകും, എൻ്റെ നല്ല നടപ്പ് കൊണ്ട് എന്ന അഹങ്കാരം മാറ്റിവെച്ച്
തന്നെത്താൻ താഴ്ത്തുക, ദൈവത്തിൻ്റെ കരുണയ്ക്കായി അപേക്ഷിക്കുക. 3, പാപത്തെ ഉള്ളുകൊണ്ട് വെറുക്കുക. 4, ഹൃദയത്തിൽ നിന്നുള്ള സമ്പൂർണ്ണ രൂപാന്തരം, ട്രാൻസ്ഫോർമേഷൻ നടക്കുക. ഒരു കാര്യം ഞാൻ വേഗത്തിൽ പറയാം. മാനസാന്തരവും വിശ്വാസവും നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. പാപത്തിലെ ദിക്കിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു. സുവിശേഷം കേട്ടു, യേശുവിനെ കുറിച്ച് മനസ്സിലായി. സുവിശേഷം കേട്ടപ്പോൾ ഞാൻ പാപിയാണെന്ന ബോധ്യം വന്നു. ഈ പാപത്തിൻ്റെ വഴിയിൽ നിന്ന് നേരെ ദൈവത്തിങ്കലേക്ക് തിരിയുക എന്ന് പറയുന്ന ക്രിസ്തുവിൽ വിശ്വസിക്കുക. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യം. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. മാനസാന്തരവും വിശ്വാസവും നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. മാനസാന്തരപ്പെടാതെ വിശ്വാസമില്ല. എൻ്റെ ചോദ്യം, സുഹൃത്തെ, മാനസാന്തരപ്പെട്ടോ? കല്യാണാലോചന നടക്കുമ്പം പണ്ടൊരു പെൺകുട്ടി ഒരു പാസ്റ്ററുടെ മോനോട് ചോദിച്ചു, രക്ഷിക്കപ്പെട്ടോന്ന്? മറുപടി എന്താണെന്നറിയാമോ? ഞാനൊരു പാസ്റ്ററുടെ മോനാണെന്നറിയത്തില്ലയോ. വേറെ ഒരു ഉപദേശിയുടെ മോൻ 1-ാം ക്ലാസ് കള്ളുകുടിയാനായിരുന്നു. പ്രിയരെ, നാം വൻ ചതിവിലാണ്. പെന്തിക്കോസുകാരെ ചേർക്കാനല്ല യേശു തമ്പുരാൻ വരുന്നത്. മാനസാന്തരപ്പെട്ട് പാപക്ഷമയ്ക്ക് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവ മക്കളെ ചേർക്കുവാനാണ് യേശു വരുന്നത്. ആടിയും പാടിയും തമ്പേറും തല്ലി കീറി ഭയങ്കര കാര്യങ്ങളാണ്. ഉള്ളിൽ വല്ലതും നടന്നിട്ടുണ്ടോ? ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? മാനസാന്തരവും പാപമോചനവുമാണ്. അവിടെ വിശ്വാസമെന്ന വാക്കില്ല. പക്ഷെ മാനസാന്തരം ഉള്ളിടത്ത് വിശ്വാസമുണ്ട്, ചിലയിടത്ത് വിശ്വാസം മാത്രമേ ഉള്ളൂ, അവിടെ മാനസാന്തരമുണ്ട്. മാനസാന്തരവും വിശ്വാസവും നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. എന്താ സന്ദേശം? മാനസാന്തരപ്പെടുക, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. അങ്ങനെയാണെങ്കിൽ പാപക്ഷമ കിട്ടും. ശ്രദ്ധിക്കണേ, മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം പാപമാണ്. റോമർ 3:10 കാണാതറിയത്തില്ലേ? നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല. റോമർ 3:23 കാണാതറിയാമോ? എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. എന്ത് ചെയ്യണം പാപമോചനത്തിന്? ശിഷ്യന്മാർക്ക് പറ്റിയ പ്രശ്നം കഷ്ടാനുഭവങ്ങളും ക്രൂശ് മരണവും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവിടെയാണ് നമ്മുടെ പാപത്തിന് വേണ്ടിയുള്ള പരിഹാരം. 3 മിനിറ്റൂടെ ഉള്ളൂ, 9 മണിയാകാം കേട്ടോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയാം. പാപമോചനം, മാനസാന്തരവും പാപമോചനവും പ്രസംഗിക്കപ്പെടണം. പാപമോചനത്തിന് വേണ്ടി കർത്താവ് ചെയ്തത് 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 21-ാം വാക്യം ശരിക്കും സുവിശേഷത്തിൻ്റെ ഹൃദയം ഈ വാക്യമാണ്. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പാപമറിയാത്തത് ആരാണ്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. കർത്താവിനെ പിതാവാം ദൈവം പാപമാക്കി. ശ്രദ്ധിക്കണേ, വേദശാസ്ത്രം പാപിയാക്കിയെന്നല്ല, പാപമാക്കി. എന്തിന്? നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന്. പാസ്റ്ററെ മനസ്സിലാകുന്നില്ല, ഒന്ന് പറയാമോ? പറയാം, വ്യാഖ്യാനിക്കാം. യെശയ്യാ പ്രവചനം 53:4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കേണ്ടതാണ്. ഞാൻ 6-ാം വാക്യം മാത്രം, അവസാനത്തെ പ്രയോഗം. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. കഷ്ടാനുഭവം എന്തിനാണ്? ഇത് നേരത്തെ തന്നെ പ്രവചിച്ചിരിക്കുകയാണ്. ക്രൂശ് മരണമോ പ്രവചിച്ചിരിക്കുകയാണ്. എന്തിന്?
രണ്ട് കള്ളന്മാരുടെ നടുവിൽ 3 ആണികളുടെ മേൽ യേശു തമ്പുരാൻ കിടക്കുമ്പോൾ വേദപുസ്തകം പ്രാവചനികമായി പറയുകയാണ്, നമ്മുടെ എല്ലാവരുടെ അകൃത്യം അവന്റെ മേൽ ചുമത്തി, ദൈവം തമ്പുരാൻ ചുമത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഗ്രഹിക്കണം. നാം ചെയ്തു കൂട്ടിയ പാപങ്ങൾ യേശു ചെയ്തതായി കണക്കിട്ടു. അതാണ് ക്രൂശിൽ സംഭവിച്ചത്. അപ്പോൾ ഒരു വിഷയമുണ്ട്. നമുക്ക് വിരോധമായി ഉണ്ടായിരുന്ന ദൈവത്തിൻ്റെ കോപം, എല്ലാ പാപികളുടെ മേലും ദൈവത്തിൻ്റെ കോപമാണ്. മേഴ്സഡീസ് വണ്ടി ഓടിച്ച് നടക്കാൻ ദൈവത്തിൻ്റെ കോപമാണ് രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ. റോമാലേഖനം 1:18 ഞാൻ പറയുന്നത്. ഉപദേശിമാരുടെ പിള്ളേരുടെ മേൽ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ദൈവത്തിൻ്റെ കോപമാണ്. അല്ല, ഞാൻ UK വിസയ്ക്ക് വേണ്ടി ഇരിക്കുകയാണ്. UK ന്യൂസിലൻഡിലെ വിസ അല്ല വിഷയം. അത് കിട്ടിയാൽ ദൈവം മാനിച്ചു. ദൈവം മാനിച്ചത് ക്രിസ്തുവിനെ തന്നാണ്. അതാണ് ഏറ്റവും വലിയ ആത്യന്തികമായ ദൈവാനുഗ്രഹം. പ്രധാന കാര്യം വിട്ട് UK വിസ ഇപ്പം വേർപെട്ട സമൂഹത്തിൽ വലിയ കാര്യമായിരിക്കുന്നത്. നമ്മൾ എവിടെ വീണുപോയി പ്രിയരെ? ദൈവത്തിന്റെ കോപം പാപികളുടെ മേൽ, ലോകത്തിന്റെ പാപത്തെ പിതാവാം ദൈവം പുത്രന്റെ മേൽ ചുമത്തിയപ്പോൾ നമുക്ക് വിരോധമായി പാപികൾ എന്ന നിലയിൽ നിന്ന് ദൈവത്തിന്റെ കോപം കർത്താവിന്റെ മേൽ ചൊരിഞ്ഞു. 1 യോഹന്നാൻ 4:10 പറയുന്നത്, യേശുവിൻ്റെ യാഗമരണം പ്രായശ്ചിത്തമരണം എന്ന് പറഞ്ഞാൽ അതെന്താ? പിതാവാം ദൈവത്തിന് നമുക്ക് വിരോധമായി ഉണ്ടായിരുന്ന കോപം പുത്രന്റെ മേൽ ചൊരിച്ചപ്പോൾ ആ കോപത്തെ പുത്രൻ ശമിപ്പിച്ചു. അതുകൊണ്ട് ഇപ്പോൾ വിശ്വസിച്ച് ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവർക്ക് പാപം ദൈവം ക്ഷമിക്കുന്നു. മാനസാന്തരവും പാപമോചനവും ഉപദേശിമാരെ, സഹോദരി സഹോദരന്മാരെ വിളംബരം ചെയ്യണം. അതിനുവേണ്ടിയാണ് കഷ്ടാനുഭവം. അതിനുവേണ്ടിയാണ് യേശു മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റു. കാൽവറി മരണത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. സുവിശേഷത്തിൻ്റെ പകുതിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അടുത്ത പകുതി എന്താണെന്നറിയാമോ? ഞാൻ കാൽവറി ക്രൂശിൽ യേശുവിൻ്റെ യാഗമരണത്തിൽ ഞാൻ വിശ്വാസമർപ്പിച്ചു. യേശു എൻ്റെ പാപത്തിന് പരിഹാരം ആ യാഗമരണത്തിൽ, ആ പകരക്കാരനായ മരണത്തിൽ യേശു അത് എനിക്ക് വേണ്ടി വില കൊടുത്തു. ഞാനിത് വിശ്വസിക്കുന്ന മാത്രയിൽ എനിക്ക് പാപക്ഷമ കിട്ടുക മാത്രമല്ല, യേശുവിൻ്റെ നീതി എനിക്ക് സൗജന്യമായി കണക്കിടുന്നു. എന്ന് പറഞ്ഞാൽ 33.5 വയസ്സ് അവിടുന്ന് ഈ ലോകത്തിൽ പാപം കൂടാതെ ജീവിച്ചു. ന്യായപ്രമാണം വള്ളിപുള്ളി തെറ്റിക്കാതെ ജീവിച്ചു. ആ ജീവിതം ഞാൻ ജീവിച്ചതായി പിതാവ് കണക്കിട്ടു. ഒരൊറ്റ മതത്തിന് പറയാൻ കഴിയാത്ത സുവിശേഷമാണ്. ഇതാണ് നമ്മൾ പറയേണ്ടത്. പാപം ക്ഷമിക്കും, പാപക്ഷമയുണ്ട്, നമ്മെ നീതീകരിക്കും എന്ന് മുടക്കിയത് ദൈവമാ. ഞാൻ വിശ്വസിച്ചു. അതിൽ വിശ്വാസത്താലാണ് നീതീകരണം. സ്തോത്രം. മൂന്നാമത്തെ കാര്യം, ഞാൻ വേഗത്തിൽ പോകുന്നതിനോട് ക്ഷമിക്കുക. എവിടെയാ പ്രസംഗിക്കേണ്ടത്? നോക്കിയാൽ 47-ാം വാക്യം, യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും. അവിടെയാ പ്രസംഗിക്കേണ്ടത്. യെരുശലേമിൽ തുടങ്ങി എന്ന് പറയുമ്പോൾ, യെരുശലേമിലല്ലേ കർത്താവിനെ ക്രൂശിച്ചത്? അതെ, ക്രൂശിച്ച സ്ഥലത്ത് തന്നെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ആദ്യ നൂറ്റാണ്ടിലെ ആദ്യത്തെ സഭ ഉടലെടുത്തു. ഇതാണ് ദൈവത്തിന്റെ കരുണ. ഏറ്റവും തിന്മ ചെയ്ത, ഏറ്റവും പാപം ചെയ്ത ആളുകൾക്ക് സുവിശേഷം ആദ്യം ദൈവം തമ്പുരാൻ ഓഫർ ചെയ്യുകയാണ്. ഇതിന്റെ അർത്ഥം എന്താ? ഏത് പാപിക്കും രക്ഷപ്പെടാം, ഏത് പാപിക്കും രക്ഷപ്പെടാം. എത്ര വൃത്തികെട്ട ജീവിതം നയിച്ചവനാകട്ടെ, തനിക്ക് തന്നോട് തന്നെ വെറുപ്പുള്ള ഒരു ജീവിതത്തിന്റെ ഉടമയാകട്ടെ, കാൽവറിയിലെ യാഗമരണത്തിൽ താങ്കൾക്കുമുള്ള പരിഹാരമുണ്ട്.
you can be saved. ആദ്യം യെരൂശലേമിൽ തുടങ്ങണം. സുവിശേഷത്തിൻ്റെ ഓഫർ എവിടെയാ പ്രസംഗിക്കേണ്ടത്? പാപികൾ എവിടെയെല്ലാം ഉണ്ട് പ്രസംഗിക്കണം. പ്രസംഗത്താലാണ് സുവിശേഷം അറിയിക്കേണ്ടത്. സ്തോത്രം. യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിൽ എന്ന് പറയുമ്പോൾ ഞെട്ടിപ്പോയി കാണും. അയ്യോ, ഞങ്ങൾ ഓർത്തത് ഞങ്ങൾ മാത്രമേ പോകത്തുള്ളൂ. അല്ല, അങ്ങനല്ല. ഇത് യഹൂദന്മാർ മാത്രമല്ല, ആഗോള വ്യാപകമായി എല്ലായിടത്തുമുള്ള സകല മനുഷ്യർക്കും, മനുഷ്യൻ പാപിയായിരുന്നു, സകല മനുഷ്യർക്കും വേണ്ടിയുള്ള പാപത്തിന്റെ പരിഹാരം കാൽവറി ക്രൂശിൽ യേശുവിന്റെ യാഗത്തിലൂടെ അവിടുന്ന് പരിഹാരം ഒരുക്കി വിളംബരം ചെയ്യാം. ഗ്ലോബൽ മിഷൻ ഓഫ് ഇന്ത്യ അങ്ങനെ ഒരു പ്രസ്ഥാനമായി തീരട്ടെ. സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്ന പ്രസ്ഥാനം. ഞാൻ എൻ്റെ മെസ്സേജ് ഇവിടെ ഉപസംഹരിക്കുകയാണ്. 4-ാമത്തെ കാര്യം, എപ്പോഴാണ് പ്രസംഗിക്കേണ്ടത്? 49-ാം വാക്യം. ഇത്രയൊക്കെ കാര്യം പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അവർ ചൂട് പിടിച്ച് കാണും. ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല, നമ്മളോട് പേടിച്ചിരിക്കുകയാണ്. ഇതെല്ലാം തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്നത്. അതത്ര കൃത്യമായിട്ട് പ്രവചന ശബ്ദം നമ്മുടെ ഇടയിൽ നിവൃത്തിയായി. ഗ്ലോറി. കർത്താവ് പറഞ്ഞു, ആവേശം ഇപ്പോഴേ വേണ്ട, കാത്തിരിക്കണം. 49-ാം വാക്യം, എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്നവരോട് പറഞ്ഞു. ഈ മഹാസന്ദേശം, ഈ വലിയ മഹാനിയോഗം ആളുകളോട് വിളംബരം ചെയ്യുവാൻ നമുക്ക് നമ്മിൽ തന്നെ ശക്തിയില്ല. അതിനൊരു ശാക്തീകരണം ഉയരത്തിൽ നിന്ന് വരും. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. നിങ്ങൾക്ക് ശക്തി ലഭിക്കുമെന്ന്. എന്നിട്ടാ മിഷൻസ്. ശാക്തീകരണം കൂടാതെയല്ല മിഷൻസ്. അവിടെ ശക്തി എന്ന വാക്കൊക്കെ നിങ്ങൾക്കറിയാം. സ്ഫോടനം പോലെ പൊട്ടിത്തെറിക്കുന്ന ആത്മീക ശക്തി, ഡുനാമിസ് നിങ്ങളുടെ മേൽ വരും. രാഷ്ട്രീയ ശക്തികൾ എതിരെ നിന്നാലും, ആരൊക്കെ എതിരെ നിന്നാലും ആർക്കും തടയാൻ കഴിയാത്ത പ്രവചന ശബ്ദമായി, കാലഘട്ടത്തിന്റെ ദൂതുവാഹിയായി ഗ്ലോബൽ മിഷൻസ് ഇന്ത്യയെ ദൈവം കരങ്ങളിലെടുക്കാൻ ഒരു അത്യന്ത ശക്തി. അതിനുവേണ്ടി കാത്തിരിക്കുന്ന ദൈവത്തിന്റെ ജനം. അടുത്തുള്ള ദിവസങ്ങളിൽ ഒരാത്മ പകർച്ച ഉണ്ടാകട്ടെ. നമ്മുടെ കംഫോർട്ട് സോണുകൾ വിട്ടുകൊണ്ട് യെരൂശലേം, യഹൂദിയയിൽ എല്ലായിടത്തും, ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം വിളംബരം ചെയ്യുവാൻ. അതിനാണ് ആത്മാവിന്റെ ശക്തി. അല്ലാതെ 2 സോപ്പിട്ട് കൈ ഇങ്ങനെ ഒന്ന് അടിച്ച് ഒന്നിങ്ങനെ 2 ഞെട്ടുന്നതിനല്ല ശക്തി. ചിലർക്ക് ഈ ശക്തി വരുമ്പം കാന്താരി കടിച്ചോ, എന്താ പ്രശ്നം? ശക്തി എന്തിനാ? മഹാനിയോഗം പൂർത്തീകരിക്കാൻ. മനസ്സിലാകുന്നുണ്ടോ? 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. അന്ന് യേശു ഈ സന്ദേശം അറിയിച്ച് ബാറ്റൺ കൈമാറി. 2025 ബാറ്റൺ നമ്മുടെ കയ്യിലാണ്. നാം വിശ്വസ്തരായിരിക്കുമോ? ഈ കാലഘട്ടത്തിൽ നാം വിശ്വസ്തരായിരിക്കുമോ? 46-ാമത്തെ ജനറൽ കോൺഫറൻസിന് വന്നിരിക്കുക. 47 ഉണ്ടോ ഇല്ലയോ നമുക്കറിഞ്ഞുകൂടാ. 46-ാമത്തെ കോൺഫറൻസിൽ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. സമൂഹമായി, സംഘടനയായി, കർത്താവിന്റെ ശബ്ദമായി തലമുറയിൽ നിൽക്കാം. എതിർ ശക്തികളൊക്കെ ഉണ്ട്, രാഷ്ട്രീയ ശക്തികളുണ്ട്, മതവിരോധികളുണ്ട്. ഇതെല്ലാം വരട്ടെ. എനിക്കൊരു ശാക്തീകരണം ആവശ്യമാണ്. കഴിഞ്ഞ നാളുകളിൽ ശാക്തീകരണത്തിലൂടെ കൃപാവരങ്ങളുടെ ജ്വലനമുണ്ടായിരുന്ന പലരും ഇന്ന് വാടിയ മുഖത്തോടെ ഇരിക്കുന്നു. ഇന്ന് രാത്രി ആത്മാവിന് നിങ്ങളെ ഒന്ന് ശക്തീകരിക്കാനുണ്ട്. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുമോ? സ്തോത്രം, സ്തോത്രം. പ്രസംഗിക്കണം. എന്ത് പ്രസംഗിക്കണം? പ്രൈസ് ദി ലോർഡ്. എവിടെയാ പ്രസംഗിക്കേണ്ടത്? എപ്പോഴാണ് പ്രസംഗിക്കേണ്ടത്? യെരൂശലേമിൽ തുടങ്ങണം. യെരൂശലേമിൽ തുടങ്ങണം. അതിനുവേണ്ടി നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മുടെ കണ്ണുകൾ ദൈവത്തിൽ അടയ്ക്കാം.
ചുരുക്കം വാചകങ്ങളിൽ സുവിശേഷത്തിൻ്റെ വളരെ കാതലായ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. മാനസാന്തരവും പാപമോചനവുമാണ് നമ്മൾ വിളംബരം ചെയ്യേണ്ടത്. പക്ഷെ വിളംബരം ചെയ്യേണ്ടവർക്ക് സന്ദേശം അറിയാമോ? ഈ സന്ദേശത്തിന്റെ പിൻപിലുള്ള യാഥാർത്ഥ്യങ്ങൾ അറിയാമോ? 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താണഭൂമിയിൽ മനുഷ്യനായി കടന്നു വന്ന് 33.5 തിരുവയസ്സ് പാപം കൂടാതെ ജീവിച്ച് ആ ശുശ്രൂഷകളുടെ അവസാനത്തിൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി അവിടുന്ന് കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു. തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. 40 ദിവസം കഴിഞ്ഞ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇന്നും നമുക്ക് വേണ്ടി മധ്യസ്ഥത അടച്ചുകൊണ്ടിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തത് ഇന്ന് രാത്രി വായ്കൾ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്തിരിക്കുന്ന എത്ര പേര് പറയും, ബാറ്റൺ എൻ്റെ കയ്യിലുണ്ട്, തളർന്നതിനെയൊക്കെ സട കുടഞ്ഞ് ഇന്ന് രാത്രി കർത്താവ് തട്ടി ഉണർത്തുക, ഞാൻ വചനത്തിലേക്ക് മടങ്ങി വരും, വചനത്താൽ എൻ്റെ ഉള്ളത്ത് ഉറച്ചു കഴിഞ്ഞ് പിന്നെ പിടിക്കാൻ ആർക്കും കഴിയത്തില്ല, ആത്മാവിൻ്റെ ശക്തിയോടെ ഞാൻ ഇറങ്ങി ഞാൻ സുവിശേഷത്തിന് വേണ്ടി സാക്ഷ്യം നിൽക്കും. അത് പറയുന്ന എത്ര പേരുണ്ട്? നിങ്ങളുടെ വായ്കൾ തുറന്ന് കണ്ണുകൾ അടച്ച് വായ്കൾ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത് തുടങ്ങിക്കാട്ട്. എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്താണ്.